നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ട് പലമടങ്ങായി തിരിച്ചടച്ചേ തീരൂ എന്ന് കേന്ദ്ര സർക്കാർ വീണ്ടും അറിയിച്ചിരിക്കുകയാണെന്നും ഇക്കാര്യത്തിൽ കേന്ദ്രം പകപോക്കൽ നടപടി തുടരുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതേസമയം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് പോകില്ലെന്ന് ടീകോമിന് നഷ്ടപരിഹാരം കൊടുത്ത് പറഞ്ഞുവിടൽ അല്ല ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മോദിയും അദാനിയും ഒന്നാണ്, ഞങ്ങൾക്ക് നീതി വേണമെന്ന മുദ്രാവാക്യവുമായി അദാനിക്കെതിരെ കൈക്കൂലി ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും വ്യവസായി ഗൗതം അദാനിയുടെയും മുഖംമൂടി അണിഞ്ഞാണ് പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. അതേസമയം ഇന്ത്യ മുന്നണിയിലെ എംപിമാരുടെ ഇന്നത്തെ പ്രതിഷേധത്തിൽ നിന്ന് സമാജ്വാദി ആദ്മി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ് എംപിമാർ വിട്ടുനിന്നു. ഭരണത്തിൻ്റെ സ്വാദ് ശരിയായ തോതിൽ അനുഭവിക്കാൻ നാട്ടിലെ ജനങ്ങൾക്ക് കഴിയണമെന്നും അതിനുള്ള സാഹചര്യം ഒരുക്കണമെന്നും